ഹലോ, എല്ലാ കൂട്ടുകാർക്കും കുഞ്ഞിത്താമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ഹെൽത്തിയും അതോടൊപ്പം തന്നെ നമുക്ക് വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. ബ്രൊക്കോളി ക്യാരറ്റ് സ്റ്റിർ ഫ്രൈ ആണ് ഇന്നത്തെ വിഭവം. നമുക്കറിയാം, നമ്മൾ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വേവിച്ച് കഴിക്കുകയാണെങ്കിൽ അതിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന വൈറ്റമിൻസും മിനറൽസും ഒക്കെ വളരെയധികം നഷ്ടപ്പെടുന്നതാണ്. നമുക്ക് വളരെ കുറച്ച് മാത്രമേ കിട്ടുള്ളൂ. അതൊരു പരിധി വരെ ഒഴിവാക്കി എന്നാൽ വളരെ രുചികരമായിട്ട് ഉണ്ടാക്കുന്നൊരു വിഭവമാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയാലോ? ആദ്യം നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത് ബ്രൊക്കോളിയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത്, നമുക്കിതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. നന്നായി കഴുകിയതിന് ശേഷം നമുക്ക് ചൂടുവെള്ളത്തിൽ 10 മിനിറ്റ് ഇട്ട് വയ്ക്കാം. ഞാനിപ്പോൾ നന്നായിട്ട് ബ്രൊക്കോളി കഴുകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് 10 മിനിറ്റ് ആകുമ്പോഴത്തേനും നമുക്ക് ക്യാരറ്റ് നന്നാക്കി എടുക്കാം. ക്യാരറ്റ് നന്നായിട്ട് തോല് കളഞ്ഞതിന് ശേഷം കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുകയാണ് വേണ്ടത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് ക്യാരറ്റാണ്. ഇത് ഫുള്ള് ഇതിലേക്ക് എടുക്കുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് ഒരു അല്ലി വെളുത്തുള്ളി വേണം. ക്യാരറ്റ് ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ നെടുകെ കീറിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക ചെയ്യുക. അതേപോലെ നമുക്ക് വെളുത്തുള്ളിയും ചെറുതായിട്ട്, വളരെ ചെറിയതായിട്ട് അരിഞ്ഞെടുക്കുക. നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ബ്രൊക്കോളി നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാണ് വേണ്ടത്. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കുക. നമ്മൾ കടുക് താളിക്കുമ്പോഴും മറ്റെന്തെങ്കിലും ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ പാൻ ഇതുപോലെ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ഉണങ്ങിയ കോട്ടൺ തുണി ഉപയോഗിച്ച് തുടച്ചെടുക്കുകയാണെങ്കിൽ നമുക്കതിലെ വെള്ളനനവ് പെട്ടെന്ന് ഉണങ്ങുന്നതിനും അതേപോലെ പാത്രം പെട്ടെന്ന് ചൂടായി കിട്ടും. നമുക്ക് വെള്ളം സൈഡിലൊക്കെ വെള്ളം നനവ് ഉണ്ടെങ്കിൽ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പൊട്ടിത്തെറിക്കുന്നതാണ്. അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും പരീക്ഷിക്കുമല്ലോ. പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് ശകലം എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ നമ്മൾ ചൂടായ പാനിലേക്ക് പെട്ടെന്ന് ചൂട് കൂടുതലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബട്ടർ കരിഞ്ഞു പോകും. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ ശകലം എണ്ണ ഒഴിക്കുന്നത്. എണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തീ കുറച്ചിട്ട് വേണം ബട്ടർ ഇട്ട് കൊടുക്കുക. ഇനി ബട്ടർ ഒന്ന് ചൂടായതിന് ശേഷം തീ കുറച്ച് വെച്ച് നന്നായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. തീ വളരെ കുറച്ച് സിമ്മിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചതച്ച മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ക്രഷ് ചെയ്തിരിക്കുന്ന ചില്ലി, ചതച്ച മുളക് ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എരിവ് ഇടാൻ സാധ്യതയുണ്ട്. അത് കാരണം വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം 1/4 ടീസ്പൂൺ, അത്രയ്ക്ക് എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ അതിലും കുറച്ച് ചേർത്താൽ മതി. കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതാണെങ്കിൽ നമുക്ക് വളരെ കുറച്ച് എരിവ് ചേർക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഉപ്പ് ചേർക്കുമ്പോൾ നമുക്കിത് കാണുമ്പോൾ ഈ ചീരയൊക്കെ പോലെ ക്വാണ്ടിറ്റി കൂടുതലുണ്ടെങ്കിലും അതിൽ ചേർത്ത് ഇത് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ബ്രൊക്കോളിയും ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഒന്ന് ഇളക്കിയതിന് ശേഷം തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. പെട്ടെന്ന് തന്നെ കൂട്ടി വയ്ക്കാം. നമുക്കിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ബ്രൊക്കോളിയിൽ നിന്നുള്ള വെള്ളം നനവ് വരും. അത് കുറച്ച് നമ്മൾ അധിക നേരം കുക്ക് ചെയ്യുന്നില്ല. ഒരു 5 മിനിറ്റ് മാക്സിമം നമ്മളൊന്ന് ഇളക്കിയെടുക്കുക മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും ബ്രൊക്കോളിയിൽ നിന്നുള്ള വെള്ളം നനവ് മാത്രം മതിയായിരിക്കും അത് കുക്കായി കിട്ടാനായിട്ട്. എല്ലാവരും ഇതുപോലുള്ള സാലഡ് ഐറ്റംസ് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മിനറൽസ്, വൈറ്റമിൻസ് ഒക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ മാക്സിമം നമ്മൾ സാലഡ് രൂപത്തിൽ കഴിക്കുകയാണെങ്കിൽ ഇത് നമുക്കൊരു ഹെൽത്തി ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും അതോടൊപ്പം നമുക്ക് വൈറ്റമിൻസ്, മിനറൽസും ഒക്കെ അധികം നമ്മുടെ ശരീരത്തിൽ എത്താനും നമുക്ക് സാധിക്കും. ഇപ്പോൾ കൊച്ചു മക്കൾക്കൊക്കെ ആണെങ്കിൽ നമുക്കറിയാം, അവർക്കൊക്കെ പച്ചക്കറികളൊക്കെ കഴിക്കാൻ നല്ല മടിയായിരിക്കും. ഇതേപോലൊക്കെ നമ്മൾ ആക്കി കൊടുത്തവർ കഴിച്ച് ശീലിക്കുകയാണെങ്കിൽ അവരും ചെറുപ്പത്തിൽ തന്നെ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നതായിരിക്കും.
ബ്രൊക്കോളി ഒന്നും അധികം ആരും കടയിൽ നിന്ന് വാങ്ങാത്തൊരു സാധനമാണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടായിരിക്കും മെയിനായിട്ട്. ഇത് വെച്ചിട്ട് നമുക്ക് സൂപ്പ് ഉണ്ടാക്കാൻ പറ്റും, അതേപോലെ തന്നെ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം, ഇതുപോലെ സാലഡ് ഉണ്ടാക്കാം. നമ്മുടെ ഫ്രൈ പാൻ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും അതേപോലെ ശകലം കുരുമുളക് പൊടിയാണ് വിതറി കൊടുത്തത്. അതിനുശേഷം ഒരു ചെറിയ ബട്ടറിൻ്റെ കഷ്ണം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വളരെ ചെറിയൊരു പീസാണ്. ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇപ്പം നമ്മുടെ ബ്രൊക്കോളി ക്യാരറ്റ് സ്റ്റിർ ഫ്രൈ ഇവിടെ ശരിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതൊരു ചെറിയ ചൂടോട് കൂടി കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാകുക. കുറച്ച് തണുത്ത് കഴിയുമ്പോഴേക്ക് ഇതിലെ ബട്ടറൊക്കെ ഇങ്ങനെ ആ ഒരു ടേസ്റ്റും മണവും നമുക്ക് കിട്ടില്ല. നമ്മുടെ ചൂടോട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം ഞാനിതിലേക്ക് ഫ്രഷ് ക്രീം കൂടെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. എനിക്കത് വളരെ ഇഷ്ടമാണ്. എനിക്കിതിൽ ഫ്രഷ് ക്രീം ചേർത്ത് കഴിക്കാനാണ് കുറേ കൂടി ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാം. അതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് തക്കാളി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാനത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഇന്ന് കഴിക്കുന്നത്. അതേപോലെ എൻ്റെ മക്കളും ഇതുപോലെ കഴിക്കാറുണ്ട് കേട്ടോ. ആ ഒരു ക്യാരറ്റ് ആണെങ്കിലും കുക്കുംബർ ആണെങ്കിലും ഒക്കെ പച്ചയ്ക്ക് അരിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് കഴിക്കാറുണ്ട്. അപ്പം നിങ്ങളും മക്കൾക്ക് ഇതുപോലെ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ കൊടുത്ത് ശീലിപ്പിച്ചു കഴിഞ്ഞാൽ കൂടുതലും അവർ പച്ചക്കറികൾ കഴിച്ച് ശീലമാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ല്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.